സ്മാർട്ടായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്ന 3 രീതികളുണ്ട്. ഈ 3 രീതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കുക ഈ 3 രീതികൾ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്. ഇത് ഞാൻ കാനഡയിൽ വന്നപ്പോൾ, ഞാൻ നാട്ടിൽ നിന്ന് മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് കാനഡയിൽ വന്നപ്പോൾ നമ്മൾ ആ നാട്ടിലൊരു മൈൻഡ് സെറ്റുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് കിട്ടി. കംഫർട്ട് സോൺ ബ്രേക്കായി, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പറയാനൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു, ജോലി കിട്ടാൻ കഷ്ടപ്പെട്ടു. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോലി സ്ഥലത്ത് നമുക്ക് ഒരുപാട് സ്മാർട്ടായിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ 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 പരിചയപ്പെട്ട് വെച്ചിട്ടുള്ള കുറച്ച് സ്മാർട്ടായിട്ട് ആളുകളുണ്ട്. ഞാൻ അവരുടെ ഒന്നും പേര് ഇവിടെ പറയുന്നില്ല. അത് 2 പേരുടെ 2 കനേഡിയൻസും ഒരു 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 ഇന്ത്യക്കാരനില്ലേ, നമ്മൾ ഒരു മലയാളി എന്ന് പറയാം. ഒരു 3 പേരെ കൃത്യമായിട്ട് എനിക്ക് ഡേ ടു ഡേയിൽ അവർ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആളുകളാണ്. ലൈഫിൽ വളരെയധികം പ്രോഗ്രസ് അച്ചീവ് ചെയ്ത ആളുകളാണ്. ഒരാളൊരു ബില്യണിയറാണ്, മില്യണിയറാണ്. ഒരാൾ മില്യണിയറാണ്, ഒരാളൊരു നല്ല ഒരു സൂപ്പർ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയർ ആണ്. ലൈക്ക് ഹി ഡിഡ് ലൈക്ക് അമേസിങ് തിങ്സ്. ഒരുപാട് ലൈക്ക് പേറ്റന്റ് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. മൂന്നാമതായിട്ടും സെയിം എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്ത, ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇപ്പം അവരെ വേറെ ആളുകൾ ഹീസ് എ വെരി സ്മാർട്ട് പേഴ്സൺ വേറെ ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവരുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്ത് സംസാരിച്ചപ്പോൾ വേറെയും സ്മാർട്ടായിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ഒരു 3 പേരെ ഞാൻ ഡീപ്പറായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സംഭവങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതെന്താണ്, അപ്പം ഞാൻ ഈ പറഞ്ഞ എൻ്റെ എക്സാമ്പിൾ ഇതിനകത്ത് 3 പേരുടെ പേര്, അത് 2 സ്റ്റോറീസ്. ഒന്നാമത് മില്യണിയർ ആയിട്ടുള്ള ആളുടെ കഥയായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അത് അയാളുടെ കഥ പറയാം. ഞാൻ കാനഡയിൽ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ജോലി ചെയ്യണം, എന്നാലും അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊരു ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ഓരോ വീടുകളിൽ പോയിട്ട് ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു വീട് ക്ലീൻ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരു പുള്ളി വളരെ കുറച്ച് കണ്ടെത്തന്നെ അറിയാം. വീട്ടിലൊരു 2 ബെൻസ് കാർ കിടക്കുന്നു, നല്ല അടിപൊളി ലക്ഷറീസ് വീടാണ്. അപ്പോൾ ഞാനിങ്ങനെ വർക്കൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു പ്രായമുണ്ട്, ഈസ് ഇൻ 60s. പുള്ളി പുറത്ത് വന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി, പുള്ളിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ ചെന്ന വർക്ക് പുള്ളിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഈസ് പേയിങ് ഫോർ ദ ജോബ്. പുള്ളി അത് എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പോരാൻ നേരത്ത് പുള്ളി എനിക്ക് ഒരു വലിയൊരു എമൗണ്ട് തന്നെ ടിപ്പായിട്ട് തന്നു. ലൈക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ടു നാട്ടിലെ ഒരു 3000 രൂപ തന്നെ എനിക്ക് ടിപ്പായിട്ട് തരുന്നത്. ഞാനിങ്ങനെ ഇത്രയും വലിയൊരു ടിപ്പ്, അല്ലെങ്കിൽ ഒരു ടിപ്പ്, ഇത്രയും വലിയൊരു സാധനം ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഐ വാസ് വെരി ക്യൂരിയസ്. ഹി വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു പ്രീമിയം ലുക്കാണ് മൊത്തത്തിലെ പുള്ളിനെ കാണാനും. പുള്ളിയോട് സംസാരിച്ച പുള്ളി പറഞ്ഞു, അവൻ അമേരിക്കൻ, പുള്ളിയൊരു അമേരിക്കനാണ്. കാനഡയിൽ പുള്ളി സമ്മർ ടൈമിൽ പുള്ളി കാനഡയിൽ വരും, വിൻ്റർ ആകുമ്പോൾ പുള്ളി തിരിച്ച് അമേരിക്കയിൽ പോകും. പുള്ളിക്ക് അവിടെയും അമേരിക്കയിൽ മൾട്ടിപ്പിൾ ഹൗസസ് ഉണ്ട്, ഇവിടെയും മൾട്ടിപ്പിൾ ഹൗസസ് ഉണ്ട്. പുള്ളിയുടെ വൈഫും അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഐ വാസ് വെരി ക്യൂരിയസ്, ലൈക്ക് ഇത് എങ്ങനെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഹി ഓൺസ് ലൈക്ക് എ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കമ്പനി, പുള്ളി ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇനഫ് മണി, സോ വി ഹാവ് ഇനഫ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു. അപ്പം പുള്ളി അതായത് മില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളെ എന്താ പറയുക, അഡ്വൈസ് ചെയ്യുന്ന ഒരു ഫേം അല്ലെങ്കിൽ റൺ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി പറഞ്ഞു ഐ എം റിട്ടയർഡ് റൈറ്റ് നൗ, എൻ്റെ മകളാണ്, ഷീസ് ദ സിഇഒ, ഷീസ് റണ്ണിങ് ദ കമ്പനി എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ലൈക്ക് ദെയർ ലൈഫ് സ്റ്റൈൽ ഇസ് ഡിഫറെൻറ്റ്, ദെയർ മെൻറ്റാലിറ്റി ഇസ് ഡിഫറെൻറ്റ്. പുള്ളിയോട് സംസാരിച്ചപ്പം പുള്ളി എന്നെ പഠിപ്പിച്ചൊരു വലിയൊരു പാഠമാണ്. അത് ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പം അതും തീർച്ചയായിട്ടും പറയാം. രണ്ടാമതായിട്ട് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾ, ലൈക്ക് ഹി ക്രിയേറ്റഡ് ലൈക്ക് ലോട്ട് ഓഫ് സ്റ്റഫ്സ് ദാറ്റ് ലൈക്ക് ഗെറ്റ് അപ്രീഷിയേറ്റഡ് ബൈ മെനി പീപ്പിൾ, ലൈക്ക് മെനി ഡിപ്പാർട്ട്മെൻറ്റ്സ്. പുള്ളിയായിട്ട് സംസാരിക്കും, പുള്ളിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതികളുണ്ട്. അപ്പം അതും ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഇപ്പം വേറെ ഫ്രണ്ട് ഇവരെല്ലാം കമ്പൈൻ ചെയ്തപ്പോൾ എന്താ പറയുക, ഒരു മെൻ്റൽ മോഡൽ, ഒരു 3 മെൻ്റൽ മോഡൽ എനിക്ക് കിട്ടിയത്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ പോലെ ക്ലാരിറ്റി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലായിരുന്നു. ആ ഓവർ തിങ്കിങ് കാരണം എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല, ഭയങ്കര ഫോഗി ഫീൽ, ചെയ്യാനായിട്ടൊരു കാര്യം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യത്തെ അറ്റാക്ക് ചെയ്യാതെ വെറുതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ഡയറക്ഷനില്ല, ഒരു ഐഡിയ ഇല്ല. ചെയ്യുന്ന കാര്യങ്ങൾ മെജോറിറ്റി ടൈം തെറ്റിപ്പോവും. എന്നിട്ട് പിന്നെ അതിനെ പറ്റിയിട്ട് ചിന്തിക്കും. പിന്നെ ഷോർട്ട് ടേം ആയിട്ടാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ 3 മെൻ്റൽ മോഡൽസ് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കി പഠിച്ചു. ഞാനിതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ലൈഫിൽ. അത് തന്നെ ഒരുപാട് ഡിസിഷൻസ് ബെറ്റർ ആക്കിയിട്ട് എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സ്ട്രെസ് കുറഞ്ഞു, ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇനി കൂടുതൽ ഹൈപ്പില്ലാതെ ഈ 3 കാര്യങ്ങൾ പറയാം. നമ്പർ 1, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആസ്ക് വൈ. ഇൻറ്റു 5 ടൈംസ് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. 5 ടൈംസ് എന്ന് എഴുതിയത് ഒരു ഫണ്ണി ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ മില്യണർ ആയിട്ടുള്ളൊരു പുള്ളിയും ഈ പറഞ്ഞ പോലെ ഞാൻ സെക്കൻഡ് എഞ്ചിനായിട്ട് വന്നൊരു പുള്ളി, ഇവർ രണ്ടുപേരും പറഞ്ഞൊരു ചോദ്യമാണ്, ലൈക്ക്
അവരെപ്പോഴും ചോദിക്കുന്നുണ്ട് വൈ. ഞാൻ അവരോട് സംസാരിച്ച ആ കോൺവെർസേഷനിൽ എപ്പോഴും അവർ വൈ ദേ ആസ്ക് വൈ അലോട്ട്, എന്തുകൊണ്ട്, എന്തിന്, അതെന്താ ലൈക്ക് അത് നമ്മളെപ്പറ്റി അറിയാനായിട്ട്. ഇപ്പം നമ്മളിപ്പം നാട്ടിലൊക്കെ ഗോസിപ്പ് വരണ പോലെ ഗോസിപ്പ് അറിയാനൊന്നുമല്ല, നമ്മളെപ്പറ്റി സീരിയസ് ആയിട്ട് അറിയാനാണ് അവർ ചോദിക്കുന്നത്. അതായത് ഞാൻ പിന്നെ ഒരു ജോലി ചെയ്യാം, പക്ഷേ എന്താ നീ ആ ജോലി ചെയ്യാനുള്ള കാരണം, അത് ഈ ജോലിയാണ് കിട്ടിയുള്ളൂ, അതെന്താ വേറെ ജോലി കിട്ടാൻ പാടാണോ, ദേ ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വൈ, ലൈക്ക് എന്തുകൊണ്ടാണ് ഞാനെന്നുള്ള വ്യക്തി ഇന്ന സിറ്റുവേഷൻ. അപ്പം ഞാൻ ആ രണ്ടാമതായിട്ട് എഞ്ചിനീയർ ആയിട്ട് ലൈക്ക് സൂപ്പർ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയർ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ആയിരിക്കും അവരെപ്പോഴും നമ്മൾ എഞ്ചിനീയേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറ്. അപ്പോൾ പുള്ളിയുടെ കോൺവെർസേഷനിൽ എപ്പോഴും ആ പ്രോബ്ലം പറയുന്ന ആളുകളോട് പുള്ളി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വൈ. ഓക്കെ, നിനക്ക് ഇന്നൊരു കാര്യം വേണം, അതെന്തുകൊണ്ടാണ് നിനക്ക് വേണ്ടത്, ലൈക്ക് ഇപ്പം മേ ബി ദേ നീഡ് സം സോർട്ട് ഓഫ് ലൈക്ക് ടെക്നോളജി ഓർ സം സിസ്റ്റം. ഞാൻ വർക്ക് ചെയ്ത് മാനുഫാക്ചറിങ് വേൾഡിലാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു സാധനം വേണം, ഒരു എക്സ്റ്റർ വേണം, അല്ലെങ്കിൽ ഇന്നൊരു ടൂള് വേണം. പുള്ളി അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈ 5 തവണ എങ്കിലും മിനിമം പുള്ളി വൈ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല കോൺവെർസേഷനിൽ. അപ്പം ആ 5 വൈ വരുന്നതിനും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് നിന്ന് കൃത്യമായി അവരുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാരിറ്റി എന്നുള്ളൊരു സാധനം കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യുന്നത് ഈ ഒറ്റ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ആസ്ക് വൈ. സോറി അത് നിങ്ങൾക്ക് ഒത്തിരി ഒച്ച വന്നെങ്കിൽ സോറി, ഞാനത് പർപ്പസ്ഫുള്ളി ചെയ്തതല്ല. അപ്പം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ടു തിങ്ക് ലൈക്ക് ഹാവ് എ സ്മാർട്ട് മൈൻഡ് സെറ്റ് ഇസ് ആസ്ക് വൈ. ജെനുവിനായിട്ട് ആ ഒരു പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമതായിട്ട് ഇത് എലോൺ മസ്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻവേർഷൻ. തിങ്ക് വാട്ട് ക്യാൻ ഗോ റോങ് ആൻഡ് അവോയ്ഡ് ഇറ്റ്. അതാണ് പുള്ളി ചെയ്യുന്ന പുള്ളിയുടെ സ്പേസ് പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം അതും അതിൻ്റെ മിനിയേച്ചർ വേർഷൻ ഈ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു വ്യക്തിയോട്, അല്ലെങ്കിൽ എന്നെ മൂന്നാമതായിട്ട് പറഞ്ഞ മലയാളി ഫ്രണ്ട്, അവരുടെ അടുത്ത് നിന്ന് എനിക്ക് മനസ്സിലായതാണ്. അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ എന്താ തെറ്റിപ്പോകാനുള്ള സാധ്യത. നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്കെന്താ പ്രശ്നം വെച്ചാലോ അത് ഞാൻ ചെയ്ത് തെറ്റിപ്പോവും. അതോടെ നമ്മുടെ കോൺഫിഡൻസ് കഴിഞ്ഞ് മോട്ടിവേഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മളത് ചെയ്തു പോരില്ല. ഇവരിങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതെന്തുകൊണ്ടാണ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ എന്താ തെറ്റുന്നത്, ലൈക്ക് എങ്ങനെയാണ് തെറ്റുന്നത്, അത് അവർ മനസ്സിലാക്കും. വാട്ട് ക്യാൻ ഗോ റോങ്. ഇപ്പോൾ ഒരു ടൂള് വേണം, അപ്പോൾ ആ ടൂൾ ഉപയോഗിക്കുമ്പോൾ എന്ത് തെറ്റിപ്പോകാം. ചിലപ്പോൾ അവരുടെ കണ്ണിൽ കൊള്ളാം, അതൊരു വലിയ തെറ്റാണ്, അതൊരു ഡാമേജാണ്, അതൊരു ആക്സിഡൻ്റാണ്, അല്ലെങ്കിൽ ആ ടൂള് ഫിറ്റ് ആവത്തില്ല, കറക്റ്റായിട്ട് ഫിറ്റ് ആവത്തില്ല. അപ്പം ഓരോരോ കാര്യങ്ങൾ അതങ്ങനെ തെറ്റിപ്പോകാം. അല്ലെങ്കിൽ ആ സാധനം കിട്ടാനുള്ള താമസം വരാം, ആ സാധനം കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകാം. അതിപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫ്ലോവിനെ ബാധിക്കും. ഞാൻ എഞ്ചിനീയറിംഗ് ടേമിലാണ് പറഞ്ഞത്, പക്ഷേ സിമ്പിളായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം തിങ്ക് വാട്ട് ക്യാൻ ഗോ റോങ്, എന്ത് തെറ്റിപ്പോകാം എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് ട്രൈ ടു അവോയ്ഡ് ഇറ്റ്. അതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഞങ്ങളൊരു വലിയൊരു പ്രിൻറ്റിങ് മെഷീൻ മേടിച്ചു. അപ്പോൾ പ്രിൻ്ററായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് പ്രിൻ്ററാണ്. അപ്പം ആ പ്രിൻ്റർ തെറ്റിപ്പോകാനുള്ള ഗ്രാഫിക്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ആ പ്രിൻ്റർ തെറ്റിപ്പോകാനുള്ള ചാൻസസ്, അതായത് പ്രിൻ്ററിൻ്റെ മഷി തീർന്നു കഴിഞ്ഞാൽ പ്രിൻ്റ് വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സാധനം കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ കറക്റ്റ് പ്രിൻ്റ് വരത്തില്ല, ആ ഹൈറ്റ് കറക്റ്റായിട്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോൾ. ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് പുള്ളി അനലൈസ് ചെയ്ത് ഓക്കെ ഇത് ചെക്ടാണ്, അത് ചെക്ടാണ്, ഇത് ചെക്ടാണ്, ആ എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റായിട്ട് വരാൻ സാധ്യതയുള്ളത് ഹി സിംപ്ലി ലൈക്ക് അവോയ്ഡ്സ് ദാറ്റ്. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഐ ട്രൈ ടു മേക്ക് മിസ്റ്റേക്സ് സോ ദാറ്റ് ആ മിസ്റ്റേക്സ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവും വാട്ട് ഷുഡ് ഐ അവോയ്ഡ് എന്നുള്ളത്. അത് കറക്റ്റായിട്ട് പുള്ളി അവോയ്ഡ് ചെയ്യും. മൂന്നാമതായിട്ട് ലോങ് ടേം. ഡിസൈഡ് ലോങ് ടേം ഞാൻ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ടെന്ന്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ബില്യണറായിട്ടുള്ള വ്യക്തി, പുള്ളി ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. പുള്ളിയോട് ഇപ്പോൾ സംസാരിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞൊരു പോയിന്റാണ് ലൈക്ക് വെനെവർ യു ഡു സംതിങ്, ഫൈനാൻഷ്യൽ മാത്രമല്ല എനിത്തിങ് ഇൻ യുവർ ലൈഫ് ലൈക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ലൈക്ക് നിന്നെ അത് ഒത്തിരി നിന്നെ ബാധിക്കുന്ന ഒരു സാധനമാണെങ്കിൽ തിങ്ക് ലോങ് ടേം. മെജോറിറ്റി ആളുകളും ക്വിക്ക് റിച്ച് സ്കീം അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള കൺസെപ്റ്റ്, അങ്ങനെയുള്ള സമയത്താണ് മെജോറിറ്റി ടൈം നമ്മൾ പോയിട്ട് സ്കാം അല്ലെങ്കിൽ സ്പാമിൽ പോയിട്ട് പെടുന്നത്. ലോങ് ടേം ആയിട്ട് ചിന്തിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ടൊരു സാധനം നമുക്ക് ലൈഫിൽ വരത്തില്ല. ലോങ് ടേം ആയിട്ട് തന്നെ സമയം എടുക്കും. നല്ലൊരു സാധനം കിട്ടണമെങ്കിൽ, നല്ലൊരു എഫേർട്ട് കിട്ടണമെങ്കിൽ ലോങ് ടേം ആണ്. അത് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഡിസിഷൻസ് എടുക്കാൻ. അപ്പോൾ ഇത് മൂന്നുമാണ് എൻ്റെ സ്മാർട്ടായിട്ടുള്ള ഞാൻ പഠിച്ച മെൻ്റൽ മോഡൽസ്. ഈ 3 മോഡൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അതിന് ഒരുപാട് പേരിൽ റീച്ച് ചെയ്യാനും ഒരുപാട് പേർക്ക് ഇൻഫോ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം see you guys in the next video. Bye bye.